അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. വേദിയിലുള്ള ഇനിയും പോയിട്ടില്ലാത്ത പണ്ഡിതന്മാരെ, നേതാക്കളെ, ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, സർവശക്തനും കാരുണ്യവാനും ജഗന്യന്താവുമായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മുടെ മേൽ വർഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കേരളത്തിലെ മുസ്ലിം സമുദായം അഭിമാനത്തോടുകൂടെ അന്തസ്സോടുകൂടെ ജീവിക്കുന്ന ഒരു കാലത്താണ് കേരള ജംഇയ്യത്തുൽ ഉലമ അതിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുന്നത്. മുസ്ലിം സമുദായം ഇന്ത്യ രാജ്യത്ത് അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി അഭിമുഖീകരിച്ച കാലഘട്ടത്തിലാണ് നമ്മുടെ നാട്ടിൽ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന സംഘടന രൂപീകരിക്കപ്പെട്ടത്. 1924 നിന്ന് പ്രയാണം ആരംഭിച്ച് നമ്മൾ ഇന്നതിൻ്റെ 100ാം വാർഷിക ചരിത്ര സമ്മേളനത്തിന് സാക്ഷിയായി കോഴിക്കോട് കടപ്പുറത്ത് നമ്മളിങ്ങനെ ഒത്തുകൂടുമ്പോൾ മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട് ഇനി മുന്നോട്ടുള്ള പ്രയാണങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങളാണ്, ഏതെല്ലാം തരത്തിലുള്ള ഊർജങ്ങളാണ് ജംഇയ്യത്തുൽ ഉലമ നമുക്ക് പകർന്നു തന്നത് എന്ന് ചിന്തിക്കാനാണ് എൻ്റെ സംസാരത്തിൻ്റെ ചെറിയ സമയം ഉപയോഗപ്പെടുത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. കഠിനാധ്വാനങ്ങളുടെ ഫലമായിട്ടാണ് മുസ്ലിം സമുദായത്തിന് കേരളത്തിൽ ഇസ്സത്തുണ്ടായത്. 15ാം നൂറ്റാണ്ട് മുതൽക്കുള്ള കേരളത്തിൻ്റെ ചരിത്രത്തിൽ കൊളോണിയൽ ശക്തികൾക്കെതിരായ പോരാട്ടങ്ങളാണ് സമുദായം വർഷങ്ങളോളം, നൂറ്റാണ്ടുകളോളം ചെയ്തു പോന്നത്. 920 കൊളോണിയൽ ശക്തികളുടെ അതിക്രമങ്ങൾക്കടിയിൽപ്പെട്ട ഒരു സമുദായം ഇല്ലാതായി പോയിരിക്കുന്നു എന്ന് വിലയിരുത്തപ്പെട്ടിടത്തു നിന്ന് നമ്മുടെ ഉമ്മത്തിന് വളർച്ചയും പുരോഗതിയും പരിഷ്കരണവും നവോത്ഥാനവും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഏതെല്ലാം പ്രവർത്തനങ്ങളിലൂടെയാണ് ഈ രാജ്യത്ത് നിർവഹിക്കപ്പെട്ടത് എന്ന് പരിശോധിക്കപ്പെടണം. അതിൽ നിന്നാണ് നമ്മുടെ ഇനിയുള്ള പ്രയാണങ്ങൾക്ക് ഊർജമുണ്ടാവുക. മുസ്ലിം സമുദായത്തിൻ്റെ കേരളത്തിലെ നവോത്ഥാന പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുന്നിടത്ത് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത്, ഇവിടെ ആവർത്തിച്ച് പറയപ്പെട്ട ഒരു പേര്, അത് പ്രത്യേകം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിനകത്ത് പ്രാർത്ഥനയോടുകൂടെ ഉണ്ടാകണം എന്നാണ്. കേരളത്തിൽ ഇന്ന് സമസ്തയുണ്ട്, മുജാഹിദുകളുണ്ട്, വേറൊരുപാട് സംഘടനകൾ മുസ്ലിം സമുദായത്തിനകത്തുണ്ട്. നിലവിലുള്ള കേരളത്തിലെ മുസ്ലിം സമുദായത്തിൻ്റെ ഒരു കോളത്തിനകത്തും പേരെഴുതി രേഖപ്പെടുത്താൻ കഴിയാത്ത, കേരളത്തിൻ്റെ ചരിത്രത്തിൽ കഴിഞ്ഞുപോയ മഹാനാണ്. കേരളത്തിലെ നവോത്ഥാന പ്രവർത്തനങ്ങളുടെ എല്ലാം ആധാര കേന്ദ്രമെന്ന തിരിച്ചറിവ് നമുക്കെങ്കിലും ഉണ്ടാകണം. 1886 തിരൂരിനടുത്ത പൊന്മുണ്ടത്ത് ജനിച്ച് 1919 മണ്ണാർക്കാട് വെച്ച് മരണപ്പെട്ട ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി. ചാലിലകത്തിൻ്റെ പേര് ഈ വേദിയിൽ എത്ര തവണയാണ് പറഞ്ഞത് എന്ന് ഞാൻ എണ്ണി നോക്കിയിട്ടില്ല. ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി സമസ്തയാണോ മുജാഹിദാണോ എന്ന തർക്കം നിങ്ങൾ ഇപ്പോൾ ഗൂഗിൾ ചെയ്തു നോക്കിയാൽ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി കേരള നദുവത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ നേതാവായിരുന്നു എന്ന് ചരിത്രവിരുദ്ധമായി അവകാശപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ കേരളത്തിൻ്റെ മണ്ണിൽ
സലഫി ആദർശത്തിൻ്റെ, മുജാഹിദ് ആദർശത്തിൻ്റെ, ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ വേരോട്ടമുണ്ടായ പ്രദേശങ്ങളിലേക്ക് കടന്നു ചെന്ന മുഴുവൻ പണ്ഡിതന്മാരുടെയും ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ആ പണ്ഡിതന്മാർക്കൊക്കെ ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറയുന്ന വലിയ മനുഷ്യന്റെ ശിഷ്യത്വമുണ്ടായിരുന്നു എന്ന് വാചാലമായി ചരിത്രം നമ്മളോട് സംസാരിക്കും. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? 1871 ഇവിടെ വാഴക്കാട് ആരംഭിച്ച ഒരു മദ്രസയിലേക്ക് 1909 ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി കയറി ചെന്നിട്ടാണ് കേരളത്തിലെ നവോത്ഥാന പ്രവർത്തനങ്ങളുടെ, കേരളത്തിലെ പരിഷ്കരണ പ്രവർത്തനങ്ങളുടെ, കേരളത്തിലെ പുരോഗമന പ്രവർത്തനങ്ങളുടെ നാന്ദി കുറിക്കുന്നത് എന്ന് ചരിത്രം നമ്മളോട് പറയുന്നു. അന്ന് ചാലിലകത്തിന്റെ തലച്ചോറിലൂടെ കടന്നുപോയ ചിന്തകൾ എന്തായിരുന്നു എന്ന് ചരിത്രത്തിൽ നിങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ടോ? ചാലിലകത്ത് തൻ്റെ ശിഷ്യന്മാരോടും വിദ്യാർത്ഥികളോടും സഹപ്രവർത്തകരോടും പങ്കുവച്ച ചിന്തകൾ എന്തായിരുന്നു എന്ന് നമ്മൾ പഠിച്ചു നോക്കിയിട്ടുണ്ടോ? വളർന്നു വരുന്ന കുട്ടികൾ, നമ്മുടെ മക്കൾ, അവർക്ക് മതവിദ്യാഭ്യാസം കിട്ടണം, അവർക്ക് ഖുർആനിനെ കുറിച്ച് അറിവുണ്ടാകണം, അവർക്ക് ഹദീസുകളെ കുറിച്ച് അറിവുണ്ടാകണം. ഹദീസുകളെ കുറിച്ചും ഖുർആനിനെ കുറിച്ചും ചെറുപ്പം മുതലേ പഠിക്കുന്ന രൂപത്തിലേക്ക് നമ്മുടെ മക്കളെ മാറ്റിയെടുത്താൽ മാത്രമേ കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് നിലനിൽപ്പുണ്ടാവുകയുള്ളൂ എന്ന് 1913 ചിന്തിച്ച് ജനുവരി 1 വാഴക്കാട്ട് ദാറുൽ ഉലൂമിൽ ഒരു 11 വിഷയങ്ങളടങ്ങിയ സിലബസ് അവതരിപ്പിച്ച മഹാനായ ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി, ആ ചാലിലകത്തിൽ നിന്നാണ് എല്ലാ പരിഷ്കരണങ്ങളുടെയും, കേരളത്തിൻ്റെ മുസ്ലിം സമുദായത്തിൻ്റെ നവോത്ഥാന വഴികളിൽ പരന്നൊടുങ്ങിയ എല്ലാ പരിഷ്കരണ പ്രവർത്തനങ്ങളുടെയും സമാരംഭം ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയിൽ നിന്നായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ചാലിലകത്ത് ചില്ലറക്കാരനല്ല. ചാലിലകത്തിൽ നിന്ന് യാദൃച്ഛികമായി ഉണ്ടായതല്ല നവോത്ഥാന പ്രവർത്തനങ്ങൾ. ചാലിലകത്തിൽ നിന്ന് യാദൃച്ഛികമായിട്ടല്ല കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടായത്. ചാലിലകത്തിൽ നിന്ന് യാദൃച്ഛികമായിട്ടല്ല കേരള മുസ്ലിം ഐക്യസംഘം ഉണ്ടാകുന്നത്. ചാലിലകത്തിൽ നിന്ന് യാദൃച്ഛികമായിട്ടല്ല കേരളത്തിൽ അറബി കോളേജുകൾ ഉണ്ടാകുന്നത്. ഞാൻ ഇങ്ങനെ എന്തും പറയുമ്പോൾ കേരളത്തിന്റെ സർ സയ്യിദ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട, ഒരു കാലഘട്ടത്തിൽ കേരളത്തിന്റെ സർ സയ്യിദ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി ഇവിടുത്തെ പൗരോഹിത്യത്തിന്റെ അതികഠിനമായ എതിർപ്പുകൾക്ക് വിധേയനാകേണ്ടി വന്ന ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി പരിഷ്കരണങ്ങൾ നടത്തി, നവോത്ഥാനമുണ്ടാക്കി, ഒരു നാടിൽ മാറ്റമുണ്ടാക്കിയിട്ട് പരിവർത്തനത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടപ്പോൾ വഖഫ് ഭൂമിയാണത്, മദ്രസ പഠനത്തിന് പാടില്ലെന്ന് പറഞ്ഞ് ഞൊണ്ടിന്യായം പറഞ്ഞിട്ട് വാഴക്കാട്ടെ കോയപ്പത്തൊടി കുടുംബത്തോട് ആ മദ്രസ അടക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കടന്നു വന്ന കേരളത്തിലെ പൗരോഹിത്യമാണിന്ന് ചാലിലകത്തിന്റെ പിന്തുടർച്ച അവകാശം നമ്മുടെ നാട്ടിൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളാണ് ചാലിലകത്തിന്റെ പിൻഗാമികളെന്ന് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, ഞാനിവിടെ എൻ്റെ പ്രിയപ്പെട്ട ഈ മഹാസമ്മേളനത്തിൽ പങ്കെടുക്കുന്ന മുജാഹിദ് സുഹൃത്തുക്കളോട് വളരെ വിനീതമായി ഓർമ്മപ്പെടുത്തുന്നത്, നമ്മുടെ നാട്ടിൽ പരിഷ്കരണമുണ്ടായെങ്കിൽ അത് നമ്മുടെ മുൻഗാമികളുടെ കഠിനാധ്വാനം കൊണ്ടാണ്. വലിയ പ്രവർത്തനങ്ങളുടെയും പ്രയത്നങ്ങളുടെയും ത്യാഗങ്ങളുടെയും ദീർഘമായ ചരിത്രങ്ങൾ ഇവിടെ നിന്ന് നമ്മുടെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇനിയും നേരം പുലരുവോളം ദീർഘമായി അവതരിപ്പിക്കാനുള്ള വലിയ ചരിത്രം തീർച്ചയായും ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ, കേരള ജംഇയ്യത്തുൽ ഉലമയുടെ, കേരള മുസ്ലിം ഐക്യസംഘത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് വിശദമായി നമുക്ക് പറയാൻ കഴിയും. ഞാനിവിടെ സൂചിപ്പിക്കുന്നത് ആ ചരിത്രങ്ങളെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് എങ്ങോട്ട് പോകണം? തീർപ്പുകൾ ഉണ്ടാകണം, നിശ്ചയങ്ങൾ ഉണ്ടാകണം, ധാരണകൾ ഉണ്ടാകണം, കാഴ്ചപ്പാടുകൾ ഉണ്ടാകണം. കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത് നിലവിലെത്തി നിൽക്കുന്ന സ്ഥിതിഗതികൾ എന്താണ്, സാഹചര്യങ്ങൾ എന്താണ്, അവസ്ഥകൾ എന്താണ് എന്ന് വളരെ കൃത്യമായി നാം വായിച്ചെടുക്കണം. പ്രശ്നങ്ങളുടെ പരിഹാരമായിട്ടാണ് കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാകുന്നത്. പ്രശ്നങ്ങളുടെ പരിഹാരമായിട്ടാണ് കേരള മുസ്ലിം ഐക്യസംഘം ഉണ്ടാകുന്നത്.
പ്രശ്നങ്ങളുടെ പരിഹാരമായിട്ടാണ് കേരള നദുവത്തുൽ മുജാഹിദീൻ ഉണ്ടാകുന്നത്. അതിൻ്റെ പോഷക സംഘടനകൾ കേരളത്തിൽ രൂപീകരിക്കപ്പെടുന്നത് മുസ്ലിം സമുദായത്തിൻ്റെ ഓരോ ഘട്ടത്തിലുമുള്ള പ്രതിസന്ധികളുടെ പരിഹാരം എന്നുള്ള നിലക്കാണ്. ഓരോ സന്ദർഭങ്ങളിലും തീർച്ചയായും നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ഓരോ ഘടകങ്ങളും രൂപപ്പെട്ടു വന്നത്. ഇന്ന് കേരളത്തിലെ മുസ്ലിം സമുദായം എങ്ങോട്ടാണ് പോകുന്നത്? മുസ്ലിം സമുദായത്തിൻ്റെ പ്രതിസന്ധികൾ എന്താണ്? കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് എന്തെല്ലാമാണ് ആവശ്യമായിട്ടുള്ളത്? അത് നിർവഹിച്ചു കൊടുക്കാൻ കഴിയുന്ന, അവിടെ ബൗദ്ധികമായി നേതൃത്വം നൽകാൻ കഴിയുന്ന, ബുദ്ധിപരമായി കേരളത്തിലെ മുസ്ലിം സമുദായത്തിൻ്റെ മുന്നിൽ നിൽക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനം കേരള നദുവത്തുൽ മുജാഹിദീനാണ് എന്ന് നമ്മൾ അവകാശപ്പെടുന്നത്, കേരള ജംഇയ്യത്തുൽ ഉലമയാണ് എന്ന് നമ്മൾ ശക്തമായി ഉച്ചത്തിൽ വിളിച്ചു പറയുന്നത് തീർച്ചയായും ഇസ്ലാമിക പ്രമാണങ്ങളുടെ പിൻബലത്തിൽ നിന്നുകൊണ്ടാണ്. മുസ്ലിം സമുദായം മുന്നോട്ട് പോകുമ്പോൾ വിദ്യാഭ്യാസ രംഗത്തും മതരംഗത്തും രാഷ്ട്രീയ രംഗത്തും എല്ലാ മേഖലകളിലുമുള്ള കൃത്യമായ കാഴ്ചപ്പാടുകൾ മുജാഹിദ് നവോത്ഥാന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേരളത്തിലെ മുസ്ലിം സമുദായത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുകയുണ്ടായി. ഇന്ന് നമ്മൾ പല രംഗങ്ങളിലും ഒരു തിരിഞ്ഞുപോക്ക് മുസ്ലിം സമുദായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുവോ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. ഒരു കാലഘട്ടത്തിൽ പടവെട്ടി കഠിനാധ്വാനം ചെയ്ത് ചരിത്രത്തിൻ്റെ ഇന്നലകളിൽ ഏറെ ത്യാഗം സഹിച്ചുകൊണ്ട് മാറ്റങ്ങൾക്കും പരിവർത്തനങ്ങൾക്കും വിധേയമാക്കിയെടുത്തുന്നത് കേരളത്തിലെ മുസ്ലിം സമുദായം തിരിഞ്ഞു നടക്കുന്നുവോ എന്ന് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. ഇവിടെ ആവർത്തിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വാർഷികം നമ്മൾ ആഘോഷിക്കുമ്പോൾ വിളിപ്പാടക അകലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിൻ്റെ വാർഷികവുമായി ഇറങ്ങിപ്പുറപ്പെട്ടിട്ടുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഒരു സംഘടന അതിൻ്റെ വാർഷികം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ സമസ്തയും മുജാഹിദ് പ്രസ്ഥാനവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ് എന്ന് നമുക്ക് കൃത്യമായി അറിയാം. ആശയപരമായ വ്യത്യാസങ്ങളിൽ ഏറ്റവും സുപ്രധാനമായത്, അടിസ്ഥാനപരമായത് അഖീദയുമായി ബന്ധപ്പെട്ട, വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ എപ്പോഴും പറയും, സമസ്ത എന്ന് പറയുന്ന ഒരു സംഘടന നമ്മുടെ കൂടെയാണ്. നമ്മൾ ജീവിക്കുന്ന നാട്ടിലാണ്, നമ്മുടെ കുടുംബങ്ങളിൽ സമസ്തക്കാരുണ്ട്, നമ്മുടെ പരിചയങ്ങളിലും സുഹൃത്തുക്കളിലും സമസ്തക്കാരുണ്ട്. എൻ്റെയും നിങ്ങളുടെയും വ്യക്തിബന്ധങ്ങളിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് സമസ്തയുടെ പ്രവർത്തകന്മാരുണ്ട്. അവരോട് ഒരു മുജാഹിദ് പ്രവർത്തകൻ എന്നുള്ള നിലക്കുള്ള കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആഹ്വാനമനുസരിച്ച് പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഒരു മുജാഹിദ് പ്രവർത്തകൻ എന്നുള്ള ഉത്തരവാദിത്തം കേരളത്തിലെ സമസ്തക്കാരോട് മുജാഹിദ് പ്രവർത്തകന്മാർ നിർവഹിച്ചിട്ടുണ്ടോ എന്ന് ആത്മാർത്ഥമായി അവനവൻ്റെ മനസ്സാക്ഷിയോട് ഞാനും നിങ്ങളും ചോദിക്കണം. ലോകത്തിൻ്റെ ചരിത്രത്തിൽ, മനുഷ്യന്റെ ചരിത്രത്തിൽ, ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ പിഴച്ച പല കക്ഷികളും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പല വാദഗതികളും ലോകത്ത് മതത്തിനെതിരെ, വിശ്വാസത്തിനെതിരെ, അഖീദക്കെതിരെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പല വിശ്വാസങ്ങളുമായി കടന്നു വന്ന പിഴച്ച കക്ഷികൾ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലും വിശ്വാസ കാര്യത്തിൽ, അഖീദയുടെ വിഷയത്തിൽ പിഴച്ച കക്ഷികൾ കേരളത്തിൻ്റെ മണ്ണിലുമുണ്ട്. ഞാൻ ഭയപ്പെടുന്ന ഒരു കാര്യം, കേരളത്തിലെ മുഴുവൻ മുജാഹിദുകളുടെയും മനസ്സുകളെ വേദനിപ്പിക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മളെയൊക്കെ അങ്ങേയറ്റം സ്വാധീനിക്കേണ്ടുന്ന ഒരു വിഷയം. സഹോദരങ്ങളെ, നമ്മൾ ജീവിക്കുന്ന കാലത്താണ്, എൻ്റെയും നിങ്ങളുടെയും ജീവിതകാലത്താണ്, ഞാൻ മുജാഹിദാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ നമ്മൾ പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന കാലത്താണ് CM മടവൂര് മുദബ്ബിറുൽ ആലമാണ് എന്ന വാദമുണ്ടാകുന്നത്. നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. ലോകത്തിൻ്റെ ചരിത്രത്തിൽ, ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ, മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൻ്റെ ചരിത്രത്തിൽ ഈ ലോകത്തിൻ്റെ നിയന്ത്രണം മരിച്ചുപോയ ഒരു മനുഷ്യന്റെ കയ്യിലാണ് എന്ന് വാദിക്കുന്ന ഒരു കക്ഷി അറേബ്യൻ മരുഭൂമിയുടെ മണ്ണിലെവിടെയെങ്കിലും, അറേബ്യ എന്ന് പറയുന്ന മരുഭൂമിയുടെ മണ്ണിലെവിടെയെങ്കിലും ഈ ലോകത്ത് ജീവിച്ച് മരിച്ചുപോയ ഒരു മനുഷ്യൻ ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന അല്ലാഹുവിനോളം കഴിവുള്ള ഒരാളാണ് എന്ന് വാദിക്കപ്പെടുന്ന ഒരു സാഹചര്യം ലോകത്തെവിടെയെങ്കിലും മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന്റെ ചരിത്രത്തിൽ ഞാനും നിങ്ങളും വായിച്ചിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ, അറിഞ്ഞിട്ടുണ്ടോ? ഇത് ഖേദകരമാണ്, സങ്കടകരമാണ്. നമ്മുടെ അന്തരീക്ഷം എന്ന് പറയുന്നത് സമസ്ത 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ സമസ്തക്ക് അതിന് ചരിത്രപരമായി അർഹതയുണ്ടോ എന്നല്ല മുജാഹിദിന്റെ വേദന. സമസ്ത 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ സമസ്തയുടെ ശിർക്ക് അതായത് 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുന്നു എന്നതാണ്.
കൊട്ടപ്പുറത്ത് വന്നിട്ട് മുജാഹിദ് പണ്ഡിതന്മാർ ഷിർക്കിന് ആയത്ത് ചോദിക്കുമ്പോൾ, അല്ലാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കുന്നതിന് ആയത്തുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആയത്തുണ്ടെന്ന് പറയാൻ, ഉള്ള ആയത്ത് അറ്റം തികച്ചോതാൻ ധൈര്യമില്ലാത്ത പണ്ഡിതന്മാരാണ് ഒരു കാലഘട്ടത്തിൽ സമസ്തക്കുണ്ടായിരുന്നത്. ഉലൂഹിയത്തിലുള്ള ഷിർക്കിൽ നിന്ന്, ഉലൂഹിയത്തിൽ പങ്കു ചേർക്കുക എന്നതിൽ നിന്ന് അള്ളാഹുവിന്റെ റുബൂബിയത്തിൽ തന്നെ പങ്കു ചേർക്കുന്ന റബ്ബല്ലയാണ് എന്ന ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതും ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നതും ഈ പ്രപഞ്ചത്തെ പരിപാലിക്കുന്നതും സർവശക്തനായ ഏകനായ അള്ളാഹുവാണ് എന്ന വിശ്വാസത്തിനെതിരെയുള്ള ഒരഖീദയുമായി നമ്മുടെ കൺമുമ്പിലൂടെ സമസ്തക്കാർ എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്കെങ്ങനെയാണ് സമാധാനം ഉണ്ടാവുക? നമുക്കെവിടെ നിന്നാണ് സ്വസ്ഥത ഉണ്ടാവുക? നമുക്കെങ്ങനെയാണ് അടങ്ങിയിരിക്കാനാവുക? യൗമ തുഖല്ലബു വജൂഹുഹും ഫിന്നാർ. സമസ്തക്കാരനെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരേണ്ടുന്ന പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് അഹ്സാബിലെ 66, 67, 68, 69 ആയത്തുകളാണ്. സമസ്തക്കാരനെ കാണുമ്പോൾ, കേരളത്തിലെ സുന്നികളെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്നും ഓർമ്മ വന്നില്ലെങ്കിലും മനസ്സിനകത്ത് പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഓർമ്മ വരണം. യൗമ തുഖല്ലബു വജൂഹുഹും ഫിന്നാർ. നിങ്ങൾക്കറിയുമോ, നാളെ പരലോകത്ത് റബ്ബിന്റെ കോടതിയിൽ സ്വർഗനരകങ്ങൾ തീരുമാനിക്കപ്പെട്ടിട്ട് സ്വർഗത്തിൽ വന്ന് മുഖം കുത്തി വീഴുന്ന ആളുകളുണ്ട്, നരകത്തിൽ വന്ന് മുഖം കുത്തി വീഴുന്ന ആളുകളുണ്ട്. യൗമ തുഖല്ലബു വജൂഹുഹും ഫിന്നാർ. സ്വർഗത്തിലേക്ക് ഒരു വിഭാഗം ആളുകൾ, നരകത്തിലേക്ക് ഒരു വിഭാഗം ആളുകൾ. നരകത്തിൽ വന്ന് മുഖം കുത്തി വിടുന്നവർ അവർ പറയും അല്ലാഹുവിനോട്, യഖൂലൂന, അവർ അല്ലാഹുവിനോട് പറയും, അല്ലാഹുവേ നാഥ, യൗമ തുഖല്ലബു വജൂഹുഹും ഫിന്നാർ യഖൂലൂന യാ ലൈതനാ അത്തഅന അല്ലാഹ വ അത്തഅന റസൂല. ഞങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് ജീവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ. ഇന്നാ അത്തഅന സാദതനാ വ കുബ്റാഅനാ. ഞങ്ങളുടെ വലിയ വലിയ ആളുകളോട്, ഞങ്ങളുടെ കൂട്ടത്തിലെ വലിയ നേതാക്കന്മാരെ, ഞങ്ങളുടെ കൂട്ടത്തിലെ വലിയ വലിയ ആളുകളെ, അവരുടെ കൂടെയാണ്, അവരുടെ പിന്നാലെയാണ് ഞങ്ങൾ പോയത്. ഫഅദല്ലൂന സബീല. അവർ ഞങ്ങളെ പിഴപ്പിച്ചു കളഞ്ഞു. റബ്ബേ, ഞാൻ ആത്മാർത്ഥമായി പറയുന്നു, ഞാൻ നിങ്ങളുടെ നെഞ്ചത്ത് തൊട്ടിട്ട് പറയുന്നു, ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ പുറത്ത് എൻ്റെ വലത് കൈ അമർത്തി വെച്ച് പറയുന്നു, ഈ സദസ്സിലുണ്ട് നല്ലൊരു പ്രായം വരെ സമസ്തയുടെ കൂടെ, ഇവിടുത്തെ സുന്നികളുടെ കൂടെ, ജാറത്തിന്റെ ദർഗയുടെ അന്ധവിശ്വാസങ്ങളുടെ കൂടെ ജീവിച്ച നൂറുകണക്കിന് ആളുകൾ ഈ സദസ്സിലുണ്ട്. നിങ്ങൾ വലിച്ചെറിഞ്ഞതാണ്, നിങ്ങൾ വേണ്ടെന്ന് വെച്ചതാണ്. എന്നോട് പറഞ്ഞു 70 വയസ്സുള്ള ഒരു വല്ലിപ്പ, ഞാൻ എൻ്റെ ജീവിതത്തിന്റെ നല്ലൊരു ശതമാനം ദർഗയുടെ, ജാറത്തിന്റെ, സൃഷ്ടിപൂജയുടെ, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നതിന്റെ വിശ്വാസവുമായി കഴിഞ്ഞുകൂടിയ ഒരു മനുഷ്യനാണ്. എനിക്കിന്ന് മാറ്റമുണ്ട്. എൻ്റെ മാറ്റം മുഹമ്മദ് അമാനി മൗലവിയുടെ പരിഭാഷ വായിച്ചിട്ടുണ്ടായതാണ്. മുഹമ്മദ് അമാനി മൗലവിയുടെ പരിഭാഷ വായിച്ചിട്ടാണ് ഷിർക്കിന്റെ കോട്ടകൊത്തളങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് തൗഹീദിന്റെ ശാദ്വല തീരത്തേക്ക് ഞാൻ വന്നതെന്ന് പറയുന്ന 70 വയസ്സുള്ള ഒരു വല്ലിപ്പ. ആയിരക്കണക്കിന് ആളുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം. ഞാൻ ഇന്ന് ഇവിടെ വന്നപ്പോൾ ആദ്യം കണ്ടത് തിരുവനന്തപുരത്തെ പ്രവർത്തകരെയാണ്. കാസർകോട്ടത്തെ ആളുകൾ ഏറ്റവും അവസാനം സംസാരിച്ചത് കാസർകോട്ടത്തെ ആളുകളെയാണ്. ആയിരക്കണക്കിന് ആളുകൾ നമ്മളെ സ്വാധീനിച്ചത്, നമ്മളിൽ മാറ്റം വരുത്തിയത്, നമ്മുടെ കുടുംബങ്ങളിൽ വന്നിട്ട് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ വലിയ പരിവർത്തനങ്ങൾ ഉണ്ടാക്കിയത് നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ മുൻഗാമികൾ, കേരള ജംഇയ്യത്തുൽ ഉലമ, അതിന്റെ പോഷക ഘടകങ്ങൾ, അതിന്റെ നിർദ്ദേശാനുസരണം ഉണ്ടായ ബഹുജന സംഘടനകൾ, അതിന്റെ പ്രവർത്തന ഫലമായിട്ടാണ്. ഇതിന്റെ തുടർച്ചകൾ ഉണ്ടാകണം. പരലോകത്ത് അള്ളാഹുവിന്റെ ശാപകോപങ്ങൾക്ക് വിധേയമായി നരകത്തിലേക്ക് മുഖം കുത്തി വീഴുന്നവരുടെ കൂട്ടത്തിൽ എൻ്റെ കുടുംബക്കാരുണ്ടാവില്ല, ഉണ്ടാകരുത് എന്നാഗ്രഹിക്കണം ഓരോ മുജാഹിദ് പ്രവർത്തകനും. എൻ്റെ സഹപ്രവർത്തകൻ, എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവൻ, എൻ്റെ ബന്ധത്തിലുള്ളവൻ, എൻ്റെ നാട്ടിലുള്ളവൻ, എൻ്റെ പരിചയക്കാരൻ, അനേകകാലം എൻ്റെ കൂടെ സുഹൃത്തായി ജീവിച്ച ഒരാള് നാളെ പരലോകത്ത് യൗമ തുഖല്ലബു വജൂഹുഹും ഫിന്നാർ യഖൂലൂന യാ ലൈതനാ അതഅന അല്ലാഹ വ അതഅന റസൂല. അല്ലാഹുവിനെയും റസൂലിനെയും ഞാൻ സ്വീകരിച്ചില്ലല്ലോ. ഇന്നാ അതഅന സാദതനാ വ കുബ്റാഅനാ. എൻ്റെ സംഘടനയുടെ വലിയ വലിയ നേതാക്കന്മാരുടെ കൂടെ ഞാൻ പോയിട്ട് ഫഅദല്ലൂന സബീല. അവർ വഴിപിഴപ്പിച്ച് കളഞ്ഞല്ലോ. റബ്ബനാ
ഹതഭാഗ്യവാന്മാർ നാളെ പരലോകത്ത് നരകത്തിൽ കിടന്നിട്ട് റബ്ബനാ ആത്തിഹിം ളിഅഫൈനി മിനൽ അദാബ്, ഞങ്ങൾക്ക് നൽകുന്നതിന്റെ ഇരട്ടി ശിക്ഷ നീ അവർക്ക് നൽകണേ എന്ന് പറയുന്ന ഒരു സാഹചര്യം അത് നമ്മുടെ കൂട്ടുകാർക്ക് ഉണ്ടാകരുത്. നമ്മോടിഷ്ടമുള്ള നമുക്കിഷ്ടമുള്ള ഈ നാട്ടിലെ ഒരു മനുഷ്യനും അതുണ്ടാകരുത്. അതുകൊണ്ട് സമസ്തക്കാരോട് നമുക്ക് വലിയ ഇഷ്ടം വേണം. ആത്മാർത്ഥമായി കേരളത്തിലെ ഓരോ സുന്നിയോടും ഓരോ സമസ്തക്കാരനോടും നമ്മൾ ഈ ആശയം പറയണം. നിങ്ങൾ അണിചേർന്നിട്ടുള്ള സംഘടന നിങ്ങളെ കൊണ്ടുപോകുന്നത്, നിങ്ങളുടെ ജീവിതത്തെ കൊണ്ടുപോകുന്നത്, നിങ്ങളുടെ വിശ്വാസത്തെ നയിക്കുന്നത് നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ ശാപകോപങ്ങൾക്ക് വിധേയമാകുന്ന നരകത്തിലേക്കാണെന്ന് തീർത്തു പറയാനുള്ള ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ. നരകം അവർക്ക് നിർബന്ധമാണ്, സ്വർഗം അവർക്ക് നിഷിദ്ധമാണ് എന്ന പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനം. ഇത് നമ്മൾ പറയണം കേരളത്തിലെ മുസ്ലിം സമുദായത്തോട്. മുസ്ലിം സമുദായം എന്ന് പറയുന്ന ഒരു വലിയ വൃത്തമാണ് നമ്മുടെ മുമ്പിൽ നമ്മുടെ നേതാക്കന്മാർ വരച്ചു കാണിച്ചത്. കേരള മുസ്ലിം ഐക്യസംഘം, കേരള മുസ്ലിം ഐക്യസംഘം എന്ന് പറയുന്ന നമ്മൾ കുറച്ച് മുജാഹിദുകളല്ല, ഏതാനും സലഫികളല്ല. നമ്മുടെ തലച്ചോറിലെ കൺസേൺ, നമ്മൾ ചിന്തിക്കുന്നത് മുജാഹിദുകളെ പറ്റി മാത്രമല്ല. കേരളത്തിൽ ഒരു വലിയ മുസ്ലിം ഉമ്മത്ത് എന്ന് പറയുന്ന ഒരു ക്യാൻവാസ് നമ്മുടെ പരിഗണനയിൽ ഉണ്ടാകണം, ആലോചനകളിൽ ഉണ്ടാകണം, ചിന്തകളിൽ ഉണ്ടാകണം, നമ്മുടെ നയങ്ങളിൽ നിലപാടുകളിലും ആ വലിയ മുസ്ലിം ഉമ്മത്ത് ഉണ്ടാകണം. ആ വലിയ മുസ്ലിം ഉമ്മത്തിന് വേണ്ടിയാണ് കേരള മുസ്ലിം ഐക്യ സംഘം ഉണ്ടായത്. ആ വലിയ മുസ്ലിം ഉമ്മത്തിന് വേണ്ടിയാണ് കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടായത്. ആ വലിയ മുസ്ലിം ഉമ്മത്തിന് വേണ്ടിയാണ് കേരളത്തിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടന ഉണ്ടായത്. ആ വലിയ മുസ്ലിം ഉമ്മത്തിന് വേണ്ടിയാണ് കേരളത്തിൽ കേരള മുസ്ലിം മജ്ലിസ് ഉണ്ടായത്. ആ മുസ്ലിം ഉമ്മത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള ബാധ്യതയാണ് കേരള ജംഇയ്യത്തുൽ ഉലമ എന്നെയും നിങ്ങളെയും ഏൽപ്പിക്കുന്നത്. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട്, ആ ബാധ്യത ഏറ്റെടുത്തുകൊണ്ട്, ഈ സമ്മേളനത്തിന്റെ സ്പിരിറ്റ് 100% ഉൾക്കൊണ്ടുകൊണ്ട് നാളെ കേരളത്തിന്റെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളിൽ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആഹ്വാനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിന്റെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശങ്ങളെ പാലിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക. സർവശക്തൻ കാരുണ്യവാൻ ലോകത്തിന്റെ നാഥൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, ഒരൊറ്റ വാക്കുകൂടെ ഞാൻ ഇതിനോട് ചേർത്ത് പറയുന്നു. തീർച്ചയായും ഞാൻ ഇത്രയും മുജാഹിദുകൾ നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ നമ്മുടെ പ്രസിദ്ധീകരണങ്ങളുണ്ട്. പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നമ്മൾ ഏറ്റവും ശക്തമായി ഉപയോഗിക്കുന്ന ആയുധങ്ങൾ നമ്മുടെ പ്രസിദ്ധീകരണങ്ങളാണ്. തീർച്ചയായും അൽമനാറിനെ പോലെയുള്ള, വിചിന്തനത്തെ പോലെയുള്ള പ്രസിദ്ധീകരണങ്ങൾ നിങ്ങളുടെ പരിഗണനയിൽ ഉണ്ടാകണം. അത് വാങ്ങുന്നവരും വായിക്കുന്നവരും അത് പ്രചരിപ്പിക്കുന്നവരുമായി നമ്മൾ മാറണം എന്നുകൂടെ വിനീതമായി ആവശ്യപ്പെട്ടുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രഭാഷണം നടത്തിയ ഷരീഫ് മേലതിലിന് നന്ദി രേഖപ്പെടുത്തുകയാണ്.